عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. محمد أشرف الأعراب والعجم. محمد خير من يمشي على قدمي. محمد باسط المعروف جامعه. محمد صاحب الإحسان والكرم. اللهم صل وسلم وبارك عليه. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. നമ്മൾ കുറേ നേരം ഇവിടെ ഇരുന്ന ആൾക്കാരല്ലേ, ഒന്ന് എണീറ്റ് നോക്കി ഒരു മിനിറ്റ് ഒന്ന് ചൂടൊക്കെ മാറിക്കോട്ടെ. ഭൂമിക്ക് മുകളിൽ പാപ്പിയായി വാണിടുന്ന ഞങ്ങളെ മുത്ത് നബി ഹഖിനാലെ കാക്കണം യാ അല്ലാഹ്. ലാ ഇലാഹ ലാഹിറൻ വബാത്തിനായ രോഗമിന്ന് ഞങ്ങളെ മുത്ത് നബി ഹഖിനാലെ കാക്കണം യാ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. സകലമാന കടങ്ങളും കടമകളാദി കുല്ലുമേ മുത്ത് നബി ഹഖിനാലെ വീട്ടണം യാ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു അമലുകൾ തൂക്കം പിടിച്ച് ഹിസാബെടുക്കും നാളിലെ മുത്ത് നബി ഹഖിനാലെ കാക്കണം യാ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയുകയും പാടുകയും തങ്ങളുമായി ബന്ധപ്പെട്ട് മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടി വിദ്യാർത്ഥികളുടെയും
ചെറിയ മക്കളുടെയുമൊക്കെ അവർക്ക് സന്തോഷമുണ്ടാക്കുന്ന നിലക്കുള്ള പ്രോഗ്രാമുകളും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ടാണ്. മൗലിദിന്റെ സദസ്സിൽ, നബിദിനത്തിന്റെ സദസ്സിൽ അല്ലെങ്കിൽ മീലാദ് മാസത്തിൽ എന്തിനാണ് ഇങ്ങനെ കുട്ടികളുടെ പ്രോഗ്രാം എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. ചിന്ത കൂടിയ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഉത്തരമുള്ള ആൾക്കാർ കുറവാണ്. എല്ലാവരും ചോദ്യകർത്താക്കളാണ്. ഉത്തരം ആർക്കും ആവശ്യമില്ല, ചോദ്യമാണ് എല്ലാവർക്കും ആവശ്യം. വലിയ വലിയ ചോദ്യം വെച്ചെടുക്കുന്ന കാലല്ലേ. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ തലമുറയാണ് നാളെ ഇവിടെ ജീവിക്കേണ്ട ഉമ്മത്ത്. ഈ കുട്ടികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ അവർ ഒരുമിച്ച് കൂടുകയും അവരുടെ പ്രായത്തിനോട് യോജിച്ച, അവർക്കിപ്പം മൗലിദ് സദസ്സ് നടത്താനൊന്നും കഴിയില്ല. അവർക്ക് മൗലിദിന്റെ അർത്ഥം പറഞ്ഞു കൊടുത്തിട്ടൊന്നും ഇപ്പൊ കാര്യമല്ല. അവരുടെ പ്രായത്തോട് യോജിച്ച നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മീലാദ് മാസം അവരുടെ സന്തോഷത്തിന്റെയും ആഘോഷത്തിന്റെയും, അവരുടെ ഇളം പ്രായത്തിൽ അവരുടെ മനസ്സിന് സന്തോഷം. ആരാ കാരണക്കാരൻ? മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി തങ്ങളുടെ പേരിൽ ഉമ്മത്ത് വൈവിധ്യമാർന്ന രൂപത്തിൽ ഒരുമിച്ച് കൂടുകയാണ്. ഉമ്മത്തിനെ ഒരുമിച്ച് കൂട്ടപ്പെടുകയാണ്. ഇത് മുൻഗാമികൾ നമുക്ക് കാണിച്ചു തന്ന ഒരു വഴിയാണ്, രീതിയാണ്, മാർഗമാണ്. ചെറിയ കുഞ്ഞു പ്രായത്തിൽ പിതാവിന്റെ കൈ പിടിച്ച് മാതാവിന്റെ ഒക്കത്തിരുന്ന് റാലികൾ കാണുകയും കുട്ടികളുടെ നബിദിന പ്രോഗ്രാമുകൾ കണ്ട് വളരുകയും അത്തരം പ്രോഗ്രാമുകളിൽ ഒരുമിച്ച് കൂടുകയും പങ്കെടുക്കുകയും ചെയ്ത് കണ്ട് വളർന്ന് ശീലിച്ചു വന്നതുകൊണ്ടാണ് ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഇവിടെ ഒരുമിച്ച് കൂടാൻ നമ്മുടെ ഹൃദയം പാകപ്പെട്ടത്. അതൊരു തലമുറയെ, നാളത്തെ ഒരു തലമുറയെ വളർത്തിയെടുക്കുന്നതിനൊരു ഭാഗമാണ് ഈ പ്രോഗ്രാമുകളൊക്കെ. അല്ലാഹു തആല നമ്മളെ മക്കളെയൊക്കെ നന്നാക്കി തരട്ടെ. ഇതിന്റെ സംഘാടകർക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ തങ്ങളെ കുറിച്ച് മദ്ഹ് പറയുന്നതിനെ, പാടുന്നതിനെ, തങ്ങളെ കുറിച്ച് അനുസ്മരിക്കുന്നതിനെ, അതിന്റെ പേരിൽ മുഅ്മിനീങ്ങൾ സംഗമിക്കുന്നതിനെ, ഒരുമിച്ച് കൂടുന്നതിനെ, മൗലിദ് പാരായണത്തെ, സദ്യ വിളമ്പലിനെ എല്ലാം ചോദ്യം ചെയ്യുന്ന ഒരു കാലല്ലേ. മൗലിയമാര് വരെ റാലി നടത്തുന്നതിനെ കുറിച്ചൊക്കെയാണ് ഇപ്പൊ മൗലിയമാര് ചർച്ച ചെയ്യണത്. റാലി റോഡ് കൂടെ നടത്താൻ പാടില്ല എന്നാ മൂല്യന്മാരാ പറയുന്നത്. തലയെ കെട്ടിട്ട് ആൾക്കാർ എഴുതി വിടുന്ന റാലി പിന്നെ മുറ്റത്ത് നടത്തിയ റാലിയാവും. റാലി റോഡ് കൂടെ തന്നെയല്ലേ പോണ്ട്. അപ്പൊ വേറുള്ള ആളുകൾക്ക് അതുകൊണ്ട് വിഷമുണ്ടാകും. വാഹനക്കാർക്ക് വിഷമം, ഡ്രൈവർമാർക്കല്ല വിഷമം, പിന്നെ ആർക്കാ വിഷമം? ഇത് ആലോചിച്ച് പള്ളിന്റെ റൂമിലിരിക്കണ മൂല്യർക്കാണ് വിഷമം. ആ ഡ്രൈവർക്ക് പ്രയാസമാവില്ല. ഡ്രൈവർമാർക്ക് പ്രയാസമല്ല, അവർക്ക് യാത്രാ ക്ഷീണത്തിന്റെ ഇടയിൽ കുഞ്ഞുമക്കൾ മൗലിദിന്റെ ഈരടികൾ ആലപിച്ചുകൊണ്ടുള്ള അവരുടെ റാലികൾ അവർക്ക് കൺകുളിർക്കുന്ന കാഴ്ചയാണ്. അവർ ഈ ഭൂമിയിൽ പറന്ന് വീഴുന്നതിന്റെ മുമ്പ് തന്നെ, അവര് ജോലിക്ക് ചേരുന്നതിന്റെ മുമ്പ് തന്നെ ഇതേ റോട്ടിലൂടെ അവരും ഒരു കാലത്ത് റാലി വിളിച്ചു നടന്ന ആളുകളാണ്. ഇത് മുസ്ലിമും അമുസ്ലിമും എല്ലാവർക്കും ഇത് പതിവ് കാഴ്ചയാണ്. നമ്മുടെ നാടുകളിൽ, കേരളീയ മണ്ണിൽ മുസ്ലിമീങ്ങൾ മാത്രമല്ല, സ്ഥിരമായി റബീഉൽ അവ്വലിൽ നടക്കുന്ന റാലിക്ക് പായസം വെച്ചു കൊടുക്കുന്ന ഹൈന്ദവ സഹോദരന്മാരുണ്ട്. മിഠായി വിതരണം ചെയ്യുന്ന ക്രിസ്തീയ സഹോദരന്മാരുണ്ട്. അമ്പല കമ്മിറ്റികളുണ്ട്. അവർക്കൊന്നും മുസ്ലിം ഉമ്മത്ത് ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ കേരളത്തിന്റെ മണ്ണിലൂടെ, റോഡുകളിലൂടെ റാലി വിളിച്ചു പോകുന്നതിന് ഒരാൾക്കും ഒരു വിഷമവുമില്ല. വിഷമാർക്കാ? തലയിൽ കെട്ടിട്ട് മൂല്യമാർക്ക് കൗതുകാണ്, അത്ഭുതം തോന്നുന്നത്. ഫേസ്ബുക്കിലൊക്കെ ഇതിനൊക്കെ ഉപയോഗിക്കുന്നത് മനുഷ്യന്മാർ.
ബിദ്അത്ത് അങ്ങനെയൊക്കെ തന്നെയാണ് മനുഷ്യരുടെ ഇടയിലേക്ക് കയറി വരിക. നാളെ ഇവൻ തന്നെയാണ് പറയുക, മൈക്കിൽ വാങ്ങി വിളിക്കുന്നത് കൊണ്ട് അയൽവാസിയായ ഹിന്ദു സഹോദരന്റെ ഉറക്കം നഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ട് മൈക്കിലിനി നമ്മൾക്ക് വാങ്ങി വിളിച്ചുകൂടാ. തന്നെ പറയാ, ഇന്ന് റാലിയാണ് അവന് പ്രശ്നം. ഇപ്പൊ റാലിയാണ്, നാളെ അത് മൗലിദിന്റെ സദസ് മൈക്കിൽ വേണ്ട എന്ന് പറയലാണ്. ഇതൊക്കെ കേരളത്തിലുള്ള ദീനീ ബോധമുള്ള ഉമ്മത്ത് മനസ്സിലാക്കണം. വഹാബികൾ 4 ക്ലിപ്പ് കൊണ്ടുള്ള കളിയുമായിട്ടാണ് നടക്കുക. പക്ഷെ ഇതുപോലെയുള്ള ആളുകൾ ഈ ഉമ്മത്തിനെ നശിപ്പിക്കും, അത് നമ്മൾ തിരിച്ചറിയണം. അതിനെതിരെയൊക്കെ ശക്തമായി സംസാരിക്കാൻ വേണം. അതിനൊന്നും ഇപ്പൊ തല പോയാലും പ്രശ്നമൊന്നുമില്ല. കാരണം എന്താണെന്നറിയോ, നമ്മൾ നടത്തുന്ന റാലി കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന ആളുകൾ ആരുമില്ല, ഒരാൾക്കും ഒരു ശല്യവുമില്ല. നബിദിന റാലിയാണിത്. ഇവിടെ കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ പൂരത്തെറിവിളികളും കൊലവിളികളുമായി റാലി നടത്തി തെരുവോരങ്ങൾ മലീമസമാക്കാറുണ്ട്, റോഡുകൾ മലിനമാക്കാറുണ്ട്, സംസ്കാരത്തെ പോലും നശിപ്പിക്കുന്ന മുദ്രാവാക്യങ്ങൾ വിളിച്ചുന്ന റാലി നടത്തുന്ന നാടാണ് കേരളം. അതിലൊക്കെ എല്ലാവരും മൗനികളാണ്. കഴിഞ്ഞ ഇലക്ഷനിൽ പോലും എമ്മാതിരി റാലികളാണ് റോഡുകളിൽ നടന്നത്. എവിടെയായിരുന്നു ഈ പരസ്നേഹികളായ മുസ്ലിയാക്കന്മാരും മൗലവിമാരും? എന്താ അപ്പൊ റോട്ടിൽ പോണ വണ്ടിക്കാർക്കൊന്നും ശല്യല്ലേ? വിവരറിയും, തടിമ്മല് കേടുപറ്റും. അല്ലാതെ ഈമാണ്ടായിട്ടും ദീനിനോടുള്ള സ്നേഹം കൊണ്ടോ പൊതുസമൂഹത്തോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല. അതൊക്കെ വെറുതെ തോന്നിപ്പിക്കുക. ഇറച്ചിക്ക് മണ്ണുപറ്റും, അപ്പൊ പിന്നെ ഉണ്ടാക്കുക. ഇത് പിന്നെ കേടൊന്നുമില്ലല്ലോ. നമ്മളും തന്നെ ഭയങ്കര ചിന്തകരായതുകൊണ്ട് കുറച്ച് ആൾക്കാർ പുറത്തും ചിന്തിക്കാണ്ടാവും. അല്ലെങ്കിലും ആ പറഞ്ഞത് ശരിയാട്ടോന്നറിയാം. വലിയ കൗതുകം തോന്നുകയാണ് ഇതൊക്കെ കാണുമ്പോഴേ. ഇതൊന്നും പറയണ്ടെന്ന് വിചാരിച്ചാലും പറയിപ്പിക്കുകയാണ്. നിർവാഹമില്ലാതെ പറയേണ്ടി വരും. നമ്മളല്ലാതെ ആരെ പറയാ? ആരെങ്കിലും ഒക്കെ പറയേണ്ടതൊക്കെ. ഇത് പറഞ്ഞാൽ അതൊരു വ്യക്തിക്കെതിരല്ല, ഒരു സമൂഹത്തിനെതിരല്ല, അത് ദീനാണ്. ആദ്യമായി ഇസ്ലാമിന്റെ പേരിൽ റാലി നടത്തിയത് ആരംഭപ്പൂവായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. 2 സൊഫ, ഒരു മുൻവരിയുടെ മുൻനിരയിൽ നിന്നത് സിദ്ദീഖുൽ അക്ബർ, മറ്റേ വരിയുടെ മുന്നിൽ നിന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. ഒരു വരിയുടെ മുന്നിൽ നിന്നത് ഇസ്ലാമിലെ പുലിക്കുട്ടിയായ ഹംസത്തുൽ ഖറാറ. ആദ്യമായി കഅബ ശരീഫിലേക്ക് റാലി പോവുകയാണ്. ആ റാലി കൊണ്ട് ആർക്കൊക്കെ പ്രയാസം ഉണ്ടായിരുന്നു? എല്ലാവർക്കും പ്രയാസം തന്നെ അല്ലായിരുന്നു. അത് പ്രയാസമുള്ള റാലിയാണ്. മുശ്രിക്കീങ്ങൾ ശക്തരായി നിൽക്കുന്ന കാലാണ്. മുസ്ലിമീങ്ങൾ വളരെ കുറഞ്ഞ ആളുകളാണ്. ഇസ്ലാം വളരെ രഹസ്യമായി ദഅവത്ത് നടത്തുന്ന ഒരു കാലാണ്. ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു വന്നപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും കൂടെ ചേർന്നപ്പോൾ ഇനി ഇസ്ലാം പരസ്യപ്പെടുത്തണ്ടേ? ആ സന്തോഷത്തിൽ മുസ്ലിമീങ്ങൾ അന്തസ്സോടുകൂടെ തക്ബീർ ധ്വനികൾ മുഴക്കി കഅബാലയത്തിന്റെ മുന്നിലേക്ക് മതാഫിലേക്ക് നടത്തിയ റാലിയാണ് ഇസ്ലാമിലെ 1ാമത്തെ റാലി. അത് ഓരെന്താ വിചാരിക്കുക, ഇവരെന്താ വിചാരിക്കുക? അതൊന്നുമല്ല, ഇസ്ലാമിന്റെ ശിആറുകളാണ് ഇതൊക്കെ. ഇസ്ലാമിന്റെ ശിആറുകളാണ്. ആർക്കും ഒരു പ്രയാസമില്ല, ഒരു ബുദ്ധിമുട്ടില്ല. നമ്മളായിട്ട് പ്രയാസം ഉണ്ടാക്കാതിരുന്നാൽ മതി. ജുമുഅക്ക് ആളുകൾ പങ്കെടുക്കുന്നത് പ്രയാസമാണെന്ന് പറഞ്ഞുകൂടാ. അവിടെ കമ്പനിയിൽ പണി മുടങ്ങിക്കിടക്കുകയാണ്. ഇവന് ശമ്പളം കൊടുക്കുന്നത് ജോലി ചെയ്യാനാണ്. അതുകൊണ്ട് നിസ്കാരത്തിന് മാത്രം പോയാൽ മതിയോ? ഖുതുബക്ക് പോണ്ടെന്ന് പറയാൻ പറ്റുമോ? പള്ളിയിൽ മൈക്കിൽ വാങ്ങി വിളിക്കുന്നത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് മൈക്ക് ഒഴിവാക്കാൻ പറയാൻ പറ്റുമോ? കേരളത്തിൽ വയല് നടത്തുന്നത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് വയല് നിർത്തിവെക്കണം എന്ന് പറയാൻ പറ്റുമോ? എന്നാൽ അതിനേക്കാളൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പാടുന്നത്, മദ്ഹ് പറയുന്നത്,
അതിനു വേണ്ടി ഒരുമിച്ച് കൂടുന്നത് ഹുബ്ബുൻ നബി വമദ്ഹുഹു ഖൈറുൽ അമൽ വഅസൽ ഇലാഹു ബിഹി യുബല്ലിഗുൽ അമൽ വലഹു ബിനൈലി ശഫാഅത്തിൻ ത്വാഹ കഫൽ عند الإله منعما تنعيما صلوا عليه وسلموا تسليما ആശിഖീങ്ങളുടെ നേതാവ് ഇഷ്കിന്റെ ആളുരൂപം തന്റെ പ്രേമഭാജനമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ഷരീഫിന്റെ ഉള്ളിലേക്ക് കടക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് കേരളത്തിന്റെ മലബാറിലെ പൊന്നാനിക്കടുത്ത് വെളിയങ്കോട് നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ ഹജ്ജിന് പോയിരുന്നു. ഹജ്ജ് കഴിഞ്ഞ് നേരെ ചെന്നു ഇലാ ഹളറത്തി റസൂലില്ലാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ഷരീഫിന്റെ മുന്നിൽ ചെന്നപ്പോ അവിടത്തെ പാറാവുകാര് ഹുജറത്തു ഷരീഫയുടെ ഉള്ളിലേക്ക് കടത്തുവിടില്ലല്ലോ. പക്ഷേ ഈ ആശിഖിന് മടങ്ങാൻ കഴിയില്ല. കേരളത്തിൽ നിന്ന് വിദൂരത്തു നിന്ന് വന്നതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹുജറത്തു ഷരീഫയുടെ ഉള്ളിലേക്ക് കേറാൻ മോഹിച്ചു വന്നതാ. പക്ഷേ പാറാവുകാരൻ ഗേറ്റിൽ തടഞ്ഞു നിർത്തിയപ്പോ അവിടെ നിന്ന് സാഹിത്യകാരനായ ആലിമായ ബഹുമാനപ്പെട്ട ഖുത്ബുസ്സമാൻ മമ്പുറം തങ്ങൾ പാപ്പാന്റെ മുരീദായ വെളിയങ്കോട് ഉമർ ഖാളി റളിയല്ലാഹു അൻഹു അവിടെ നിന്നുകൊണ്ട് ഇഷ്കിന്റെ വരികൾ ആലപിച്ചതാ. സ്വല്ലൽ ഇലാഹു എന്ന പേരിൽ ഇന്നും ആ ബൈത്ത് പ്രസിദ്ധമാണ്. ദീർഘകാലം മലബാരിയായ ആ മനുഷ്യന്റെ കവിത റൗള ഷരീഫിന്റെ തൂണുകളിൽ ചുമരുകളിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിരുന്നു എന്നത് ചരിത്രമാണ്. അതിൽ ഉമർ ഖാളി തങ്ങൾ പാടിയ വരികളാണിത്. ഹുബ്ബുൻ നബി വമദ്ഹുഹു ഖൈറുൽ അമൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയലും ഏറ്റവും ഉത്തമമായ അമലാ. വഅസൽ ഇലാഹു ബിഹി യുബല്ലിഗുൽ അമൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചതുകൊണ്ട്, നബി തങ്ങളോടുള്ള ഹുബ്ബ് കാരണോ നബി തങ്ങളുടെ മദ്ഹ് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന്റെ സകല ആഗ്രഹങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണ്. വലഹു ബിനൈലി ശഫാഅത്തിൻ ത്വാഹ കഫൽ. എല്ലാവരും ആഗ്രഹിക്കുന്നത് മരണാനന്തരം മുത്തുനബിയുടെ ശഫാഅത്തല്ലേ. ആ ശഫാഅത്ത് കിട്ടാനുള്ള ഒരു വഴിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയുക എന്നത്. വലഹു ബിനൈലി ശഫാഅത്തിൻ ത്വാഹ കഫൽ ഇൻദൽ ഇലാഹി മുനഅമൻ തൻഈമാ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. നബി തങ്ങളുടെ മദ്ഹ് പറഞ്ഞാൽ, നബി തങ്ങളോടുള്ള ഹുബ്ബോടുകൂടെ അവിടത്തെ മഹത്വം പറഞ്ഞാൽ അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ശഫാഅത്ത് അവന് ഉറപ്പ് തന്നെ. ഈ വരികൾ ആലബി വരികൾ അടക്കമുള്ള നീണ്ട കവിതാ ശകലങ്ങൾ റൗളയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഉമർ ഖാളി തങ്ങൾ ആലപിച്ചപ്പോഴാണ് യർജുൽ അത്വാഅ അലൽ ബുകാഇ ബിബാബികും വദ്ദംഉ ഫീ ഖദ്ദിഹി സാല സജീമാ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഈ വരികൾ ആലപിക്കുമ്പോഴാണ് ഓട്ടോമാറ്റിക്കായി അവിടത്തെ കവാടം തുറന്ന് ഓപ്പണായി പോവുകയാണ്.
ബഹുമാനപ്പെട്ട ഉമർ ഖാലി തങ്ങൾ ഹുജറത്തു ശരീഫയിൽ കേറി. ഇത് ചരിത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സംഗമിക്കുന്നതല്ലേ, തങ്ങളുടെ മദ്ഹ് പറയുന്നതല്ലേ വാങ്ക് വിളിക്കുന്നതിനേക്കാൾ മറ്റുള്ള ഏത് ഇബാദത്തുകളും ഒക്കെ ദീനിന്റെ ശിആറുകളാണ് എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ. ഹജ്ജ് ദീനിന്റെ ശിആറാണ്, ഉംറ ദീനിന്റെ ശിആറാണ്, ജമാഅത്ത് ദീനിന്റെ ശിആറാണ്, മനുഷ്യന്റെ വേഷഭൂഷാദികൾ പോലും ദീനിന്റെ ശിആറാണ്, ദീനിന്റെ അടയാളങ്ങളാണ്. ഇതൊക്കെ ദീനിന്റെ അടയാളം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ അടയാളങ്ങളാണ്. അള്ളിമൂ ശഅഇറല്ലാഹ്, അല്ലാഹുവിന്റെ എല്ലാ അടയാളങ്ങളെയും നിങ്ങൾ ആദരിക്കണേ എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ ദീനിന്റെ ശിആറുകളാണ് ഇത് മുഴുവനും. ശിആറുകൾ വെളിവാക്കുക എന്നത് അല്ലാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അത് റാലിയാണെങ്കിലും അതിന്റെ പേരിൽ കുഞ്ഞുമക്കളുടെ പാട്ടുകളാണെങ്കിലും അവരൊരു കൊടിത്തോരണം പിടിച്ചുകൊണ്ട് നിഷ്കളങ്കമായ ഹൃദയത്തോടെ കുഞ്ഞു തൊപ്പികളും ധരിച്ചുകൊണ്ട് കുഞ്ഞുമക്കൾ തെരുവുകളിലൂടെ റാലി പോകുന്നത് പോലും ഇത് ശിആറാണ്, ദീനിന്റെ ശിആറാണ്. അതിലപ്പുറം മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാമം വറഫഅനാ ലക ദിക്റക്, നബിയേ അങ്ങയുടെ ഓർമ്മയെ, അങ്ങയുടെ സ്മരണയെ നാം ഉയർത്തിയിരിക്കുന്നു. നബിയേ, ഒരാൾക്കും ഇവിടെ നിന്ന് കെടുത്തി കളയാൻ കഴിയാത്ത ഓർമ്മയാണ് മുഹമ്മദ്. ഒരാൾക്കും ഇവിടെ നിന്ന് അസ്തമിപ്പിച്ച് കളയാൻ സാധിക്കാത്ത നാമമാണ് മുഹമ്മദ്. വിമർശകർ പോലും ആദരവോടെയല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് വായിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ഓർമ്മ പുതുക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെയും ദീനിന്റെ ശിആർ തന്നെയാണ്. അത് മറ്റുള്ള ഇബാദത്തുകൾ പോലെ തന്നെ ഇവിടെ നിലനിൽക്കേണ്ടതുമാണ്. അപ്പോ റബീഉൽ അവ്വൽ വരുമ്പോ കടന്ന് അസ്വസ്ഥപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അത് പക്ഷെ നമ്മളതിൽ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. എന്താ, ഇത് തോന്നിയാസാകാൻ പാടില്ല. അതിനെതിരെ സംസാരിക്കുകയാണെങ്കിൽ നമ്മളൊക്കെ സംസാരിക്കും, നമ്മളും പറയണ തന്നെയാണ്. അത് പാട്ടും വെയ്ത്തും ആക്കി ഡാൻസ്, മറ്റെന്താ സാധനത്തിന്റെ പേര്, കുറെ ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും നല്ല പരിചയമുള്ള സാധനമാണ് അല്ലേ. അപ്പൊ ആ രീതിയിലൊന്നും ആകാൻ പാടില്ല. അതൊക്കെ ശ്രദ്ധിക്കണം. അത് എന്താണെങ്കിലും അതിപ്പോ റബീഉൽ അവ്വൽ മാത്രമല്ല, പെരിയിലെ കല്യാണാണെങ്കിലും പറയണേ. ഈ പറയണോന്റെ പെരിയിലെ കല്യാണോ കുഴപ്പമില്ല, ഭക്ഷണം കൊടുക്കാൻ പാടില്ല, ചെറിയ മുട്ടായി കൊടുത്താൽ മതി എന്ന് പറയണോനും, ചെറിയ മുട്ടായി കൊടുത്താൽ മതി എന്ന് പറയണോനും ഓന്റെ മോളെ കെട്ടിച്ചുമ്പോ മുട്ടായി എല്ലാം കൊടുക്കുക, ഓൻ ബിരിയാണി കൊടുക്കുക. ആൾക്കാരുടെ പേരിൽ ചോറില്ലേ? ഈ കാലത്ത് ആളുകളുടെ വീട്ടിലൊക്കെ ഭക്ഷണം ഉണ്ടല്ലോ, അതുകൊണ്ട് ചോക്ലേറ്റ് കൊടുത്താൽ മതിയെന്നാ ഓരോ മധുരകളെ. അപ്പോ ഓന്റെ മോളെ കല്യാണം കഴിക്കാൻ കല്യാണത്തിന് വിളിച്ച ആൾക്കാരൊക്കെ ഫക്കീറന്മാരാ, ഓല വരിയിലൊന്നും ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങളുടെ മൗലിദിന്റെ സദസ്സിൽ മാത്രം ഒരു ചോക്ലേറ്റ് കളി, ഇതൊക്കെ രോഗം വേറെയാണ്. അതിനെതിരെ സംസാരിക്കുക തന്നെ ചെയ്യും. അതിനെതിരെ ഒന്നും മൗനം പാലിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുകയില്ല. നമ്മുടെ പൂർവീകരായ മഹത്തുക്കളായ ഇമാമിങ്ങൾ, ആലിമീങ്ങൾ ഇവിടെ ജീവിച്ചതും ഇവിടെ പണിയെടുത്തതും അവരുടെ ആയുസ് ഹോമിച്ചതും ഈ സൽക്കർമ്മങ്ങളെ ഇവിടെ നിലനിർത്താനാണ്. ഇതിനെയൊക്കെ നശിപ്പിച്ച് കളയാൻ വന്നവരെ പിടിച്ചു കെട്ടാൻ വേണ്ടി തന്നെയാണ്. അവരുടെ വഴിയിൽ തുടരുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വലിയ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിങ്ങൾ ഒരു മനുഷ്യനായി, സാധാരണക്കാരനായി വ്യാഖ്യാനിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്തതിന്റെ തകരാറാണിതൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഭൗതികമായ കണ്ണുകളെ കൊണ്ട് കണ്ടതുകൊണ്ടുള്ള കുഴപ്പമാണിതൊക്കെ. സ്വഹാബികളുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും നന്നായി മനസ്സിലാക്കിയ സ്വഹാബിയാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. ഏറ്റവും നന്നായി മനസ്സിലാക്കിയ സ്വഹാബിയാണ്. ഭൗതികമായ
ബാഹ്യമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഗുണഗണങ്ങളെ കുറിച്ചല്ല, ആത്മീയമായി തങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കിയ ആളാണ്. മുഹമ്മദിന്റെ നൂറ് കണ്ട ആളാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എല്ലാ നിലക്കും തന്റെ ആയുസ്സും ജീവിതവും മുഴുവനും സമർപ്പിതമാക്കി മാറ്റിയത് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആണ്. എല്ലാം റസൂലുള്ളാഹി തങ്ങളാണ്. ഹബീബായ തങ്ങൾ വഫാത്തായ ശേഷം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മര്യാദക്ക് ഭക്ഷണം കഴിച്ചിരുന്നില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സന്തോഷവാനായിരുന്നില്ല. ഓരോ ദിവസം കഴിയുമ്പോഴും സിദ്ദീഖ് തങ്ങളുടെ ആരോഗ്യം ക്ഷയിച്ച് വരുന്ന രൂപത്തിലായിരുന്നു. എന്തിനധികം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെയുണ്ടായിരുന്ന ഒട്ടകമുണ്ടല്ലോ, ഇന്ന് ആധുനിക ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് ആ ഒട്ടകത്തിന്റെ ബോധം പോലുമില്ല എന്ന് പറയേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ ശേഷം തങ്ങളുടെ ഒട്ടകം ഭക്ഷണം കഴിച്ചിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല. അങ്ങനെ ആ ഒട്ടകം ജീവൻ പോവുകയാണ് ചെയ്തത്. റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ 10 കൊല്ലം ജീവിച്ച ഒട്ടകം. 4 വയസ്സുണ്ടാകുമ്പോഴാണ് അതിനെ റസൂലുള്ളാഹി വാങ്ങുന്നത് 400 ദിർഹമിന്. 10 കൊല്ലം തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒട്ടകം. ആ ഒട്ടകം പിന്നെ ഭക്ഷണം കഴിച്ചിട്ടില്ല, വെള്ളവും കുടിച്ചിട്ടില്ല, അങ്ങനെ മരിക്കുക ചെയ്തു. ആ ഒട്ടകത്തിന്റെ ബോധെങ്കിലും മനുഷ്യന് വേണ്ടേ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ ഒട്ടകം മാത്രമല്ല കേട്ടോ, വേറെയുണ്ട് അല്ലേ, പല ജീവികളും ഇല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറ് കാണാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. റസൂലുള്ളാഹി തങ്ങളെ ഭൗതികമായ നമ്മളൊന്നൊരു ലീഡറെ കാണുന്ന മാതിരിയാ കാണുന്നത്, ഒരു പ്രസിഡന്റിനെ കാണുന്ന മാതിരി, ഒരു സംഘടനാ നേതാവിനെ കാണുന്ന മാതിരി, ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ നേതാവിനെ കാണുന്ന മാതിരി. അതൊന്നുമല്ല റസൂലുള്ളാഹി തങ്ങൾ. റസൂലുള്ളാഹി തങ്ങളാണ് ഈ പ്രപഞ്ചത്തിന്റെ കേന്ദ്രം. ഈ ലോകത്തെ ഭൂമിയെയല്ല, ആലമിനെ അള്ളാഹു സംവിധാനിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കേന്ദ്രീകരിച്ചാണ്. വെറുതെ പറയുന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറാണ്. ഇവിടെ ബഹുമാനപ്പെട്ട ഹക്കീം തങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി സൃഷ്ടിച്ചത്. ജാബിർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചു, നബിയേ, എന്താണ് അല്ലാഹു ആദ്യമായി സൃഷ്ടിച്ചത്? എന്താണ്? നൂറ നബിയിക യാ ജാബിർ മുഹമ്മദ് മുസ്തഫ. ജാബിറെ, താങ്കളുടെ പ്രവാചകന്റെ നൂറിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമതായി സൃഷ്ടിച്ചത്. അതിന്റെ ശേഷമാണ് ഈ ഭൂമിയിലുള്ള പ്രപഞ്ചത്തിലുള്ള ആലമിലുള്ള സകല ചരാചരങ്ങളെയും അല്ലാഹു സൃഷ്ടിക്കുന്നത്. ലില്ലാഹി ലില്ലാഹി സബ്ബഹ ഹദീഥൻ വ ഖദീമാ طاؤوس حضرة قدسه مكتوما. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഉമർ ഖാദിർ പാപ്പ പാടിയ ബൈത്ത് തന്നെയാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പണ്ടേ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിന് മുമ്പേ അല്ലാഹുവിന് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടുണ്ട്. മാത്രമല്ല, ത്വാഊസ ഹദറത്തി ഖുദ്സിഹി മക്തൂമാ, ഗോപ്യമാക്കപ്പെട്ട രീതിയിൽ, പ്രപഞ്ചത്തിൽ അല്ലാഹു വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ലാത്ത രീതിയിൽ പ്രവാചകരുടെ നൂറിനെ ഗോപ്യമാക്കിപ്പെട്ട മറച്ചു വെക്കപ്പെട്ട നൂറ് അല്ലാഹുവിന് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് തന്നെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടുണ്ട്. ഇതിനൊക്കെ ധാരാളം തെളിവുകളുണ്ട്. ഈ പ്രവാചകനെ കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കാനല്ലേ സയ്യിദുനാ ആദം അലൈഹിസ്സലാം ഇവിടെ വന്നത്. പ്രപഞ്ചത്തിലേക്ക് ആദം നബി അലൈഹിസ്സലാമിനെ ഭൂമിയിലേക്ക് അല്ലാഹു അയച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന ആ നൂറിനെ ഈ ഭൂമിയിലേക്ക് എത്തിക്കാനാ. പിന്നീട് വന്ന നൂഹ് നബി അലൈഹിസ്സലാം അടക്കമുള്ള
ഉലുൽ അസ്മുകൾ കഴിഞ്ഞ് ഈസ അലൈഹിസ്സലാം വരെയുള്ള സകല നബിമാരുടെയും പ്രധാനപ്പെട്ട ജോലി എന്താ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അവരുടെ ജനതക്ക് ബിശാറത്ത് അറിയിക്കുക. എല്ലാ നബിമാരും പ്രധാന പണി അതാ. എന്താ പണി? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരാനുണ്ട്, ആഖിറ സമാന്റെ നബി വരാനുണ്ട്, അവസാനത്തെ നബി വരാനുണ്ട്, സയ്യിദുൽ അംബിയാ വരാനുണ്ട്. എല്ലാ നബിമാരുടെയും പ്രധാന ജോലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നു എന്ന സന്തോഷ വാർത്ത അറിയിക്കലാണ്. നമ്മളൊരു പ്രോഗ്രാം വെച്ചൊരു ഫംഗ്ഷൻ, അപ്പോ ആ ഫംഗ്ഷനിൽ എല്ലാവരും ആദരിക്കുന്ന പ്രധാനപ്പെട്ടൊരു വ്യക്തി വരാനുണ്ട്. അപ്പോ നമ്മൾ ഈ പ്രസംഗിക്കുന്ന ആളുകളൊക്കെ ആ പ്രഭാഷണത്തിൽ സന്തോഷത്തോടുകൂടെ സദസ്സിനെ ഒന്ന് ഉഷാറാക്കാൻ പറയുന്ന ആളെ നമ്മളൊക്കെ കാത്തിരിക്കുന്ന ഫുലാനുവിന് ഫുലാൻ ഏതാനും നിമിഷങ്ങൾക്ക് ഇവിടെ വരും അല്ലേ? ഒരു വിശാർത്താണ്, ഇവിടെ വരാനുണ്ട്. അനൗൺസറും കാര്യമായ പണി എന്താണ്? ആള് വരാണ്ട് ഇപ്പൊ വരും എന്ന് പറഞ്ഞിട്ട് ഈ ആൾക്കാർ അങ്ങനെ ഇരുത്താണ്. എന്തിന്? ആള് വരാൻ വേണ്ടി. ആ ആളെ ഈ ആളുകൾ ബഹുമാനിക്കണം. ഇതൊക്കെ എല്ലാ കാര്യങ്ങളും പ്രധാനപ്പെട്ട പല കാര്യങ്ങളുടെയും സിംബലുകളാണ്, ഇതിൽപ്പെട്ടതാണ് തൊട്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവ് അത് അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മുൻകഴിഞ്ഞ് വന്ന എല്ലാ നബിമാരോടും വന്നത്. അവരുടെ പ്രധാന പണി അതാ. റസൂലുള്ളാഹി തങ്ങൾ വന്നപ്പോഴോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ വന്നു. ഇനി ഇവിടെ ഒരു പ്രവാചകന്റെ ആവശ്യമില്ല, ഈ പ്രവാചകരുടെ ആവശ്യമില്ല എന്ന് മാത്രമല്ല, ഇനി ഇവിടെ പ്രപഞ്ചത്തിന്റെ ആവശ്യം തന്നെ ഇല്ല. ഖിയാമത്ത് നാളിന്റെ അശ്റാത്തു സാഅത്തിന്റെ ഒന്നാമത്തെ അടയാളം എന്താണെന്നറിയോ? ബിഅ്സത്തു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രവാചകനായി നിയമിക്കപ്പെടുക എന്നതാണ് ലോകാവസാനത്തിന്റെ ഒന്നാമത്തെ അടയാളം. എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ അള്ളാഹു സംവിധാനിച്ചത് എന്തിനു വേണ്ടിയാ? കോടാനക്കോടി വർഷങ്ങൾക്ക് മുമ്പ് എന്ന് ആലങ്കാരികമായി പറയുകയാണെങ്കിൽ തന്നെ ഈ പ്രപഞ്ചത്തെ സൂര്യചന്ദ്ര നക്ഷത്രാദികളെ എല്ലാ ഗോളങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി സംവിധാനിച്ച് നിർത്തിയത് എന്തിനാ? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരാനുള്ള പ്രപഞ്ചമാണിത്. പ്രവാചകന്റെ നൂറാനിയത്ത് ഇവിടെ വിതരണം ചെയ്യപ്പെടാനുള്ളതാണ്. ആ പ്രവാചകൻ ഇവിടെ വന്നാൽ ഇനി പ്രപഞ്ചം വേണ്ട, ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിൽ ഇനി പ്രസക്തിയില്ല, ഈ പ്രപഞ്ചം ഇനി തകരുകയാണ്, ഈ പ്രപഞ്ചം നാശത്തിലേക്ക് പോവുകയാണ്. ഇനി ഈ പ്രപഞ്ചം പോകുന്നത് എങ്ങോട്ടാണ്? ഹബീബായ റസൂലുള്ളാഹി തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത അത്യുന്നതമായ ദറജയായ മഖാമം മഹ്മൂദ്, ഉത്കൃഷ്ടമായ ആ സ്ഥാനം. അവിടെയും രാജകുമാരൻ മുഹമ്മദ് മുസ്തഫ, അവിടെയും നേതാവ് മുഹമ്മദ് മുസ്തഫ. അന സയ്യിദു വുൽദി ആദം, ഞാൻ ആദം സന്തതികളുടെ നേതാവാണ്. വബിയദീ ലിവാഉൽ ഹംദ്, എന്റെ കയ്യിലാണ് ലിവാഉൽ ഹംദ് എന്ന പതാക, എന്റെ കയ്യിലാ. വ ആദമു വസായിറുൽ അംബിയാഇ തഹ്ത ലിവാഇ ഔ കമാ ഖാല റസൂലുള്ളാഹി. ആദം അടക്കം സകല അംബിയാക്കന്മാരും എന്റെ ലിവാഇന്റെ താഴെയാണ്, എന്റെ പതാകയുടെ ചുവട്ടിലാണ്. അവിടെയും രാജാവ് മുഹമ്മദ് മുസ്തഫ, അവിടെയും ശഫാഅത്ത് ചെയ്യുന്ന ഷഫീഅ മുഹമ്മദ് മുസ്തഫ. റസൂലുള്ളാഹി തങ്ങളുടെ പെർമിഷനോട് കൂടെയാണ്, അല്ലെങ്കിൽ റെക്കമെൻഡോട് കൂടെയാണ് പ്രപഞ്ചത്തിലുള്ള ആദം അലൈഹിസ്സലാം മുതൽ ഇവിടെ വന്ന, അതിന് മുമ്പ് വന്ന ജിന്നുകൾ, പ്രവാചകന്മാര്, ഓരോ പ്രവാചകന്മാരുടെയും ഉമ്മത്തികൾ, മനുഷ്യരും ജിന്നുകളും അടക്കമുള്ള സകല ചരാചരങ്ങളുടെയും വിചാരണ നടക്കുന്നത് പോലും മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇടപെടൽ കൊണ്ടാണ്. ചിന്തിക്കേണ്ടിയല്ലേ?
നമ്മളത് മാത്രല്ല, വിചാരണ നടക്കല് അനന്തമായി നിൽക്കുന്ന ഒരു രക്ഷയുമില്ലാത്ത അറ്റമില്ലാത്ത നിൽപ്പ്, ഏതുവരെ നിൽക്കണം എന്ന് പോലും ഒരാൾക്കും പറയാൻ കഴിയില്ല. ഒരു കഥയുമില്ലാത്ത നൃത്തമാണ്. എയർപോർട്ടിൽ കുറച്ചു സമയം നിൽക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാം. വിചാരണന്റെ മുമ്പ് അല്ലേ, എയർപോർട്ടിൽ കുറച്ചു നേരം നിൽക്കുന്നതിന്റെ ബുദ്ധിമുട്ട്, ക്യൂ കുറച്ച് അധികമാണെങ്കിൽ എന്തൊരു ഇടങ്ങേറാണ്. ആ മനുഷ്യൻ തന്നെയാണ് ഒരു ദിവസത്തിന് 50,000 വർഷത്തെ ദൈർഘ്യമുള്ള മഹ്ശറിൽ ക്യൂവിൽ നിൽക്കേണ്ടതല്ല, അനന്തമായി നിൽക്കേണ്ടത്. വിചാരണയുടെ ഒരു ലക്ഷണവും കാണുന്നില്ല, ഒരു അടയാളവും കാണുന്നില്ല. ഗത്യന്തരമില്ലാതെ ഓരോ ജനതയും അവരവരുടെ പ്രവാചകന്മാരെ സമീപിക്കുകയാണ്, അവർ പോലും കൈമലർത്തുകയാണ്. അവസാനം എത്തിപ്പെടുന്നത് ഹബീബായ മുഹമ്മദ് മുസ്തഫ ഞാനതിന് അർഹനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഞാനാണ് അതിനർഹൻ. എന്തിന്? ശഫാഅത്തിന് അർഹൻ ഞാനാണ്. റസൂലുള്ളാഹി തങ്ങള് അവിടെ വീഴാൻ, മുഹമ്മദ് നബിയേ, അങ്ങയുടെ പരിശുദ്ധ തലയൊന്ന് ഉയർത്തൂ നബിയേ. ഇത് സുജൂദിന്റെ സ്ഥാനമല്ല. എന്താണോ അങ്ങ് റെക്കമെൻഡ് ചെയ്യുക, അങ്ങയുടെ റെക്കമെൻഡ് ഇവിടെ സ്വീകരിക്കപ്പെടുന്നതാണ്. എന്താണോ അങ്ങേക്ക് ചോദിക്കാനുള്ളത് അത് താങ്കൾ ചോദിച്ചുകൊള്ളൂ നബിയേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആവശ്യപ്പെടുന്നതാണ്. റസൂലുള്ളാഹി തങ്ങൾ തല ഉയർത്തുന്നത്. എന്നിട്ട് പ്രപഞ്ചത്തിലുള്ള സകല ജിന്ന്, മനുഷ്യർ, മൃഗങ്ങൾ, എന്തൊക്കെ ജീവജാലങ്ങളുണ്ടോ, പ്രപഞ്ചത്തിലെ സൃഷ്ടിജാലങ്ങളുണ്ടോ, അവക്ക് മുഴുവനും ഷഫീആയി ഒരേ ഒരു ഷഫീആണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതാണ് റസൂലുള്ളാഹി തങ്ങളാണ് ഇവിടെ പ്രപഞ്ചത്തിന്റെ കേന്ദ്രം. പക്ഷെ നമുക്ക് റസൂലുള്ളാഹിനെ മനസ്സിലായില്ല. നമ്മൾ കാണുന്നത് ഒരു ലീഡറായിട്ട്, ഒരു നേതാവ്, ഇസ്ലാം എന്നൊരു പ്രത്യേക ശാസ്ത്രത്തിന്റെ ഒരു ലീഡർ അല്ല. ആ കാഴ്ച കണ്ടതുകൊണ്ടാണ് പലർക്കും റസൂലുള്ളാഹി തങ്ങളുടെ മദ്ഹ് പറയണോ പറയണ്ടേ എന്ന് തർക്കം വരുന്നത്. എന്തിനധികം മഹാന്മാരായ സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും റസൂലുള്ളാഹി തങ്ങളുടെ പിന്നാലെ നടന്നത് എന്തിനാണ്? ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങളുടെ ഖാദിമല്ലേ. 10-ാം വയസ്സ് മുതൽ തങ്ങളുടെ കൂടെ 10 വർഷം ജീവിച്ച മഹാനാണ്. റസൂലുള്ളാഹി തങ്ങളുടെ ഖാദിമായി ജീവിച്ച മഹാനാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, സഅൽതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ യശ്ഫഅ ലി യൗമൽ ഖിയാമ. ഞാൻ എൻ്റെ ഹബീബിനോട് ചോദിച്ചു, നബിയേ, ഖിയാമത്ത് നാളിൽ അങ്ങനെക്ക് ഷഫീആകണേ, എനിക്ക് ശുപാർശകനാകണേ എന്ന് ഞാൻ എൻ്റെ ഹബീബിനോട് ചോദിച്ചു എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. നമ്മളിവിടെ ശഫാഅത്ത് ചെയ്യാൻ റസൂലുള്ളാഹില്ല, റസൂലുള്ളാഹിനോട് ശഫാഅത്ത് ചോദിക്കണം. അശ്ശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖാ വഅഹ്ലനാ ഇൻ ദാഅയാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ. അത് ചോദിക്കുമ്പോൾ നമ്മൾ ചോദിക്കുക, എന്തിനാണ് ഷഫാഅത്ത് ചെയ്യാൻ ആരാളുള്ളത്? എന്ത് ഷഫാഅത്ത്? മന്ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി. ഇല്ലാ ബിഇദ്നിഹി അർത്ഥം വെക്കൂല, അതാണ് ഈ കേട്. മന്ദല്ലദി യശ്ഫഉ ഇൻദഹു, ആരാണ് അല്ലാഹുവിന്റെ അടുക്കൽ ശുപാർശകനായിട്ടുള്ളത് എന്ന്. അപ്പൊ നമ്മളും ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മളൊക്കെ ചിന്തകരാണല്ലോ. അപ്പൊ നമ്മളും ശരിയാ, ആരാ ഖുർആൻ ചോദിച്ചല്ലേ, ആരാ ഇപ്പൊ ശഫാഅത്ത് ചെയ്യാറുള്ളത്, ആരാ ശുപാർശകരുള്ളത്? അത് ശരിയാട്ടോ. പിന്നെ തന്നെ നമ്മൾ ശഫാഅത്ത് ചോദിക്കണം, ചിന്തിച്ച് നമ്മൾ തല ഉണ്ടാക്കുക. അപ്പൊ ഈ ബെയ്ത്ത് ചെല്ലുമ്പോൾ നമ്മളെ മനസ്സിലും എന്തപ്പോ ഞാൻ ഈ ചോദിക്കണം, എന്താ ശരിക്കും അർത്ഥം വെച്ചാൽ കഴിഞ്ഞ് മന്ദല്ലദി യശ്ഫഉ ഇൻദഹു,
ഖുർആൻ ചോദിക്കുകയാണ്, ആരാണ് അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശകരായിട്ടുള്ളത്? ഇല്ലാ ബിഇദ്നി. എന്താണർത്ഥം? അള്ളാഹുവിന്റെ സമ്മതത്തോടു കൂടെയല്ലാതെ. അള്ളാഹ് സമ്മതിക്കാതെ ആർക്കാ ശുപാർശ ചെയ്യാൻ കഴിയാ? ഞാൻ ഇവിടുന്ന് അനുമതി തരാതെ നിങ്ങൾക്ക് ആരൊക്കെ അവിടെ പുറത്തു പോകാൻ കഴിയാന്ന് ഞാൻ ചോദിച്ചാൽ ഒരു കാലത്തും ഇവിടുന്ന് പുറത്തു പോകാൻ പറ്റില്ല എന്നതിന്റെ അർത്ഥം? ഞാൻ സമ്മതിക്കുന്ന ആൾക്കാർക്ക് പോവാന്നല്ലേ അല്ലേ? അപ്പൊ ഷഫാഅത്ത് അള്ളാഹു സമ്മതിച്ചാൽ ഷഫാഅത്ത് ചെയ്യാന്നല്ലേ അർത്ഥം? അള്ളാന്റെ ഇതിനില്ലാതെ ഷഫാഅത്ത് ചെയ്യാനായിരിക്കും. എന്തിനാ ഷഫാഅത്തിന്? ഞാൻ ഇപ്പൊ വെള്ളം കുടിച്ചു, അള്ളാന്റെ ഇതിനില്ലാതെ എനിക്ക് വെള്ളം കുടിക്കാൻ കഴിയും. ഇതിന് ഷഫാഅത്ത് നോക്കണം. ദുനിയാവിലുള്ള കാര്യം നടക്കുമോ? ഇല്ല. തെറ്റിദ്ധരിപ്പിക്കുക, വിശുദ്ധ ഖുർആൻ ഓതുകയാണ് എന്ന ഭാവനയിൽ വിശുദ്ധ ഖുർആനിനെ വെച്ച് ജനങ്ങളെ വസ്വാസിലാക്കുകയാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവരൊക്കെ ചോദിച്ചു വാങ്ങി, നമ്മളോട് തർക്കിച്ചടക്കുക. കിട്ടൂല ശിർക്ക് തൗഹീദ് നടക്കുക. ഇതിന്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും കാറ്റാണ് പോകും. ഒരു തൗഹീദ് ഉണ്ടാവില്ല, ഒരു ശിർക്കും ഉണ്ടാവില്ല. എല്ലാവരും പോണത് നമ്മുടെ ഉള്ളിൽ തന്നെ അല്ലേ? കബർസ്ഥാനം മിക്കവാറും നമ്മുടെ ഉള്ളിൽ തന്നെ ആയിരിക്കും. അതുവരെ ഓൻ ആ പള്ളിയിൽ വന്നിട്ടില്ലെങ്കിലും മരിച്ചാൽ എന്തായാലും അവിടെ തന്നെ കൊണ്ടുവരിക. പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പോ ഈ തർക്കിച്ച് നടക്കുന്നതിന്റെ ഇടയ്ക്ക് ആ കാറ്റ് പോണത് അതൊന്നുമല്ല. തർക്കൊക്കെ മാറ്റിവെക്ക്, മുഹമ്മദിൽ ലയിക്കുക. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി തങ്ങളെ ആത്മീയ കണ്ണുകളെ കൊണ്ട് കാണാൻ ശ്രമിക്കുക. അവിടുത്തെ നൂറാനിയത്തിലേക്ക് കൊതിക്കുക. ആ നൂറാനിയത്ത് മനസ്സിലാക്കാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അതാ ചെയ്യണ്ടത്, തർക്കിച്ചടക്കല്ല. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയോട്, എന്റെ ഹബീബിനോട് ഖിയാമത്ത് നാളിൽ നബിയെ അങ്ങനെക്ക് ശുപാർശ ചെയ്യണേ എന്ന് ഞാൻ പറഞ്ഞു. ഫഖാല, അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അന ഫാഇൽ. അനസേ, ഞാനത് ചെയ്തിരിക്കും. അനസേ, ഹബീബായ മുഹമ്മദ് മുസ്തഫ 10 വർഷം കൂടെ നടന്ന കുട്ടിയാണ്. ആ കുട്ടി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരാവശ്യം ചോദിക്കുകയാണ്. എന്താണ് ആവശ്യം? നബിയെ, എനിക്കങ്ങ് ശുപാർശകനാകണേ, ഖിയാമത്ത് നാളിൽ എനിക്ക് റെക്കമെൻഡ് ചെയ്യണേ. അനഫാഇൽ അനഫാഇൽ. ഹബീബായ റസൂലുള്ളാഹി, അനസേ, താങ്കൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്തിരിക്കും. അനസേ, ഞാൻ റെക്കമെൻഡ് ചെയ്തിരിക്കും. അഭൗതിക കാര്യം ചോദിച്ചാൽ ശിർക്കാണല്ലോ അല്ലേ? ഈ ഹദീസ് സ്വഹീഹാണ്. എല്ലാ ഹദീസും ദഈഫാക്കി നടക്കുന്ന അൽബാനി പോലും ഈ ഹദീസ് സ്വഹീഹാക്കിയിട്ടുണ്ട്. എല്ലാം ദഈഫാക്കാണ്ടായ കുഴപ്പമാണ്. മൂപ്പര് ഇത് സ്വഹീഹാക്കി. നമുക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പോ അഭൗതിക കാര്യമാണിത്. നമ്മളിപ്പോ ഇത് ചോദിക്കൽ തന്നെ ശിർക്കാണെന്നുള്ളിടത്ത് നമ്മളുള്ളത്. സ്വഹാബത്ത് ചോദിച്ചു വാങ്ങി പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തുടർന്ന് പറയുകയാണ്, അഭൗതിക കാര്യങ്ങൾ റസൂലുള്ളാഹി തങ്ങൾക്ക് അറിയോ ഇല്ലേന്ന് കേട്ടോ? നാളെയെ കുറിച്ച് പറയുന്ന പ്രവാചകൻ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയാണ്. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത ചോദ്യമാണ്, നബിയേ, യാ റസൂലല്ലാഹ്, ഫഅൈന അത്ലുബുക. എവിടെയാണ് നബിയെ താങ്കളെ ഞാൻ അന്വേഷിക്കുക?